നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് പാർട്ടിയുടെ അത്താണിയായിരുന്ന വ്യക്തിയായിരുന്നു അന്തരിച്ച മുൻ മന്ത്രി കൂടിയായ VK ഇബ്രാഹിം കുഞ്ഞെന്ന് ലീഗ് ജില്ലാ ട്രഷററും UDF അമ്പലപ്പുഴ നിയോജക മണ്ഡലം ചെയർമാനുമായ കമാൽ എം മാക്കിയിൽ ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ സ്ഥിരം സമിതി അംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. സബ് കളക്ടറും തെരഞ്ഞെടുപ്പ് വാരണാധികാരി കൂടിയായ സമീർ കിഷന്റെ മേൽനോട്ടത്തിലാണ് നഗരസഭാ ശതാബ്ദി മന്ദിരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഗ്രാമീണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരായി NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലി ചേർന്നു. PP ചിത്തരഞ്ജൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കുരുടൻ ആനയെ കണ്ടെന്ന് പറയുന്ന സമീപനമാണ് CPM നേതാക്കൾ സ്വീകരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറക്കാനാണിപ്പോൾ LDF നേതാക്കൾ തനി വർഗീയത പറയുന്നതെന്ന് KC വേണുഗോപാൽ MP. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് പാർട്ടിയുടെ അത്താണിയായിരുന്ന വ്യക്തിയായിരുന്നു അന്തരിച്ച മുൻ മന്ത്രി കൂടിയായ VK ഇബ്രാഹിം കുഞ്ഞെന്ന് ലീഗ് ജില്ലാ ട്രഷററും UDF അമ്പലപ്പുഴ നിയോജക മണ്ഡലം ചെയർമാനുമായ കമാൽ എം മാക്കിയിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ അത്താണിയായിരുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു അന്തരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷനും മന്ത്രിയുമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും UDF അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റി ചെയർമാനുമായ കമാൽ എം മാക്കിയിൽ പറഞ്ഞു. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജില്ലകൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് അത്താണിയായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് ജനാബ് VK ഇബ്രാഹിം സാഹിബാണ്. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി മാത്രമായിരുന്നില്ല ഇബ്രാഹിം സാഹിബ്. മാനവികതയ്ക്ക് വേണ്ടി എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിയുമോ അത് അദ്ദേഹം ചെയ്തിരുന്നു. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാവുന്ന കാര്യമുണ്ട്. കാരണം അദ്ദേഹം ചെയ്തിരുന്ന മഹത്തായ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു അനാഥ സംരക്ഷണം. അനാഥാലയങ്ങൾക്കെല്ലാം അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഓടിച്ചെന്ന് പറഞ്ഞാൽ അതിന് വളരെ ശ്രദ്ധയോടുകൂടി വളരെ അനുകൂല മനോഭാവത്തോടു കൂടി ആ വിഷയങ്ങളെ ശ്രദ്ധിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാനവികതയ്ക്ക് വേണ്ടി എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താം അതെല്ലാം ചെയ്ത മികച്ച ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞെന്നും അനാഥാലയങ്ങളും അനാഥരെയും സംരക്ഷിക്കാനും അനാഥാലയങ്ങളിലുള്ളവർക്ക് കൈത്താങ്ങാകുവാനും ഏറെ പരിശ്രമിച്ച വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹമെന്നും കമാൽ എം മാക്കിയിൽ പറഞ്ഞു. ഇബ്രാഹിം കുഞ്ഞിന്റെ മരണം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് തീരാനഷ്ടമാണെന്നും കമാൽ എം മാക്കിയിൽ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ നഗരസഭ സ്ഥിരം സമിതി അംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. സബ് കളക്ടർ തെരഞ്ഞെടുപ്പ് വാരണാധികാരി കൂടിയായ സമീർ കിഷന്റെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആലപ്പുഴ നഗരസഭയിലെ സ്ഥിരം സമിതി അംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ബുധനാഴ്ച നടന്നു. സബ് കളക്ടറും തെരഞ്ഞെടുപ്പ് വാരണാധികാരിയുമായ സമീർ കിഷൻ, നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ എന്നിവർ സ്ഥിരം സമിതി അംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമകാര്യം, വികസനകാര്യം അടക്കമുള്ള കമ്മിറ്റിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഗ്രാമീണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരായി NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലി സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഗ്രാമീണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരായി ആലപ്പുഴയിൽ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലി സംഘടിപ്പിച്ചു. ഗ്രാമീണ ജനതയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ആ ജനതയുടെ വാങ്ങൽ ശേഷിയിലും വരുമാനത്തിലും നിർണായകമായ ഒന്നായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതിയെയാണ് കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതിയിലൂടെ അട്ടിമറിക്കുന്നത്. ഈ നയങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് ഗ്രാമീണരുടെ ജീവിതം തകർക്കുന്ന നിലപാടുകളായാണ് മുന്നോട്ട് പോകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച അസംബ്ലി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ വ്യവസ്ഥ 40% തുക സ്റ്റേറ്റ് വഹിക്കും. എന്നുവെച്ചാൽ 100 കോടി രൂപയുടെ പണി നടത്തിയാൽ 40 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് തരണം. സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രത്യേകിച്ച് വല്ലതും കേന്ദ്രം തരുന്നുണ്ടോ? അത് തരുന്നുമില്ല. നമുക്കാണെങ്കിൽ കേരളത്തിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് തന്നെ
ഏതാണ്ട് 1.25 ലക്ഷം കോടിയോളം രൂപ വെട്ടിയെടുത്തു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി PP സംഗീത, ഏരിയ കമ്മിറ്റി അംഗം മായ മഹേഷ്, CPIM ലോക്കൽ കമ്മിറ്റി അംഗം CS ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 200ഓളം തൊഴിലാളികളാണ് അസംബ്ലിയിൽ പങ്കെടുത്തത്. തൊഴിലാളി വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും ചടങ്ങിൽ ഭാരവാഹികൾ സൂചന നൽകി. കുരുടൻ ആനയെ കണ്ടെന്ന് പറയുന്ന സമീപനമാണ് CPIM നേതാക്കൾ സ്വീകരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറക്കാനാണിപ്പോൾ LDF നേതാക്കൾ തനി വർഗീയത പറയുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കുരുടൻ ആനയെ കണ്ടെന്ന് പറയുന്ന സമീപനമാണ് CPIM നേതാക്കൾ സ്വീകരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറക്കാനാണിപ്പോൾ LDF നേതാക്കൾ തനി വർഗീയത പറയുന്നതെന്ന് AICC സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് നേടാൻ CPM പരസ്യമായി നടപടിയെടുത്തിരിക്കുകയാണ്. അവരാണ് തിരിച്ചു പറയുന്നത് കോൺഗ്രസ് വന്നാൽ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. നിങ്ങൾ ആലോചിച്ചു വിരോധാഭാസം. എന്ത് പച്ച വർഗീയതയാണ്! തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ട പോലെയാണ് CPMന്റെ നേതാക്കന്മാരുടെ സ്ഥിതി. ഇതല്ലേ നടക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് വർഗീയ ശക്തികളുമായി യാതൊരു മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിക്കുന്ന പ്രശ്നവുമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ് അക്കാര്യത്തിൽ. മറ്റത്തുകളുണ്ടായപ്പോൾ നിലപാട് വളരെ ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. LDF മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഉന്നയിക്കുന്ന കാര്യമാണെങ്കിൽ കേരളീയ സമൂഹത്തിൽ വർഗീയതയുടെ. ആലപ്പുഴ നഗരസഭയിലെ സ്ഥിരം സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് നടത്തിയ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ വാങ്ങിയവരാണ് ഇപ്പോൾ പച്ചയ്ക്ക് വർഗീയത പറയുന്നത്. കോൺഗ്രസ് വർഗീയ ശക്തികളുമായി ചേർന്ന് യാതൊരു മുന്നണിയും ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. LDF ഇപ്പോൾ മലക്കം പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം AR കണ്ണനും KC വേണുഗോപാൽ MPക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് പാർട്ടിയുടെ അത്താണിയായിരുന്ന വ്യക്തിയായിരുന്നു അന്തരിച്ച മുൻ മന്ത്രി കൂടിയായ VK ഇബ്രാഹിം കുഞ്ഞെന്ന് ലീഗ് ജില്ലാ ട്രഷററും UDF അമ്പലപ്പുഴ നിയോജക മണ്ഡലം ചെയർമാനുമായ കമാലം മാക്കിയിൽ ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ സ്ഥിരം സമിതി അംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. സബ് കളക്ടറും തെരഞ്ഞെടുപ്പ് വാരണാധികാരി കൂടിയായ സമീർ കിഷന്റെ മേൽനോട്ടത്തിലാണ് നഗരസഭാ ശതാബ്ദി മന്ദിരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഗ്രാമീണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരായി NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലി ചേർന്നു. PP ചിത്തരഞ്ജൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കുരുടൻ ആനയെ കണ്ടെന്ന് പറയുന്ന സമീപനമാണ് CPM നേതാക്കൾ സ്വീകരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറക്കാനാണിപ്പോൾ LDF നേതാക്കൾ തനി വർഗീയത പറയുന്നതെന്ന് KC വേണുഗോപാൽ MP. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.